السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ സൃഷ്ടികളുടെയും സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ഏകദൈവ വിശ്വാസമാണ്, തൗഹീദാണ്. ഈ ഏകദൈവ ആരാധന, അതായത് തൗഹീദ്, അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജന്തുജാലങ്ങളെയും മനുഷ്യരെയും വസ്തുക്കളെയുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്, പടച്ചിട്ടുള്ളത്. എന്നാൽ ഒരാൾ ഈ തൗഹീദ് അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തെ അവഗണിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിലൂടെ അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരാൾ ഇസ്ലാമിൽ പ്രവേശിക്കുന്നത് അവൻ തൗഹീദ് അംഗീകരിക്കുമ്പോൾ മാത്രമാണ്. അതായത് ഈ ലോകവും അതിലെ സകലതിനെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിമായി മാറുന്നത്, വിശ്വാസിയായി മാറുന്നത്. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, ഒരു അടിമയുടെ ഒന്നാമത്തെ നിർബന്ധ ബാധ്യത അത് തൗഹീദാണ്. കാരണം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, താങ്കൾ ചെല്ലുന്നത് വേദക്കാരായ ആളുകളുടെ അടുക്കലേക്കാണ്. അതുകൊണ്ട് ഫദ്ഉഹും ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുകൊണ്ട് ആദ്യമായി അവരെ താങ്കൾ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണ്. അതിലേക്കാണ് താങ്കൾ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഫല്യകുൻ അവ്വലു മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ തആല, ആദ്യമായി താങ്കൾ അവരെ ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ് എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നത് അവർക്ക് ദഅവത്ത് നടത്തേണ്ട ഒന്നാമത്തെ കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരു അടിമയുടെ തുടക്കവും അവസാനവും തൗഹീദുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അഥവാ ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് തൗഹീദ് കൊണ്ടാണെന്നതുപോലെ തന്നെ ഇസ്ലാം അതേപോലെ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പിരിയുന്നതും തൗഹീദ് കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്.
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ ഒരാൾ ജീവിതത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥ മതത്തിലേക്ക് പ്രവേശിക്കുന്നത്, സ്വർഗത്തിൻ്റെ പാതയിലേക്ക് പ്രവേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയോടുകൂടിയാണ് എങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് അവൻ മരണപ്പെട്ടു പോകുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹയോടുകൂടിയായിരിക്കണം. എങ്കിൽ മാത്രമേ അവന് സ്വർഗം പുൽകാൻ കഴിയുകയുള്ളൂ എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഏകദൈവ വിശ്വാസം അതിലാണ് ഞങ്ങൾ എന്ന് അഭിമാനം കൊള്ളുന്ന ആളുകളുണ്ട്. ഏകദൈവ വിശ്വാസികളാണ് എന്ന് അഭിമാനം കൊള്ളുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പല മതവിശ്വാസങ്ങളിലും തങ്ങൾ ഏകദൈവ വിശ്വാസികളാണ് എന്ന് അഭിമാനിക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെ വിശ്വാസത്തിലും കർമ്മത്തിലും അള്ളാഹുവിനെ ഏകനാക്കിയ ഇത്തരക്കാരുടെ രീതികൾ പരിശോധിച്ചാൽ പ്രിയമുള്ളവരെ, തികച്ചും ഇസ്ലാമിൽ നിന്ന് അന്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരാൾ ഏകദൈവ വിശ്വാസിയാകുന്നത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും എപ്രകാരമാണോ റബ്ബിനെ പരിചയപ്പെടുത്തിയത് അതുപോലെ റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യൻ ഏകദൈവ വിശ്വാസിയാകുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഊഹങ്ങളുടെ പേരിലോ അതല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള രീതികൾ പിൻപറ്റുന്നതിലൂടെയോ അല്ല ഒരാൾ ഏകദൈവ വിശ്വാസിയായി തീരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളും ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് അവകാശപ്പെടുന്ന പല ആളുകളും അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കേണ്ട പല ആരാധനകളും പരമ്പരാഗതമായ രീതികൾ, കാക്കകാരണവന്മാരുടെ രീതികൾ അവലംബിച്ചുകൊണ്ട് അത്തരം ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക്, അത്തരം മേഖലകളിൽ തിരിഞ്ഞു പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതെല്ലാം തൗഹീദിന് വികലമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്താണ് തൗഹീദിൻ്റെ പ്രാധാന്യം? അഹമ്മിയത്തു തൗഹീദ്, തൗഹീദും അതിൻ്റെ പ്രസക്തിയും എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ ഒന്നാം നിബന്ധനയാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഒരടിമക്ക് തൻ്റെ സൃഷ്ടാവിനോടുള്ള കടമയും അതേപോലെ തന്നെ അവൻ ചെയ്യേണ്ട നന്മകളിൽ ആദ്യത്തേതും ഏറ്റവും ഉത്തമമായതും പരലോകത്ത് വിചാരണ ചെയ്യുന്ന ആദ്യത്തെയും ഗൗരവമേറിയതുമായ അതേപോലെ തന്നെ നമസ്കാരങ്ങളും മറ്റു അനുഷ്ഠാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ മാനദണ്ഡമായി ഒന്നാമതായി പരിശോധിക്കുന്നത് അവൻ്റെ വിശ്വാസമാണ്, തൗഹീദാണ് എന്നുള്ളതാണ്. ഇവിടെ ഈ ലോകത്ത് അള്ളാഹുവിനോട് കടമയും കടപ്പാടും വെച്ചു പുലർത്താൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതുണ്ട്. നാളെ പാരത്രിക ലോകത്ത് അവനെ ചോദ്യം ചെയ്യുമ്പോൾ ഒന്നാമത് അവൻ്റെ വിശ്വാസമാണ് പരിശോധിക്കുക. അതേപോലെ തന്നെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കുമ്പോൾ നമസ്കാരമായിരിക്കും ആദ്യം വിചാരണക്ക് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എടുക്കുന്നത് എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ ആ നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നതും തൗഹീദാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വേദഗ്രന്ഥങ്ങൾ അത് നൽകപ്പെട്ട ആ കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ പ്രവാചകത്വം നൽകപ്പെട്ടതിനെ കുറിച്ചൊക്കെ പരാമർശിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ദാലിക ഹുദല്ലാഹി യഹ്ദി ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്തു അൻആമിലെ 88-ാമത്തെ വചനം, ദാലിക ഹുദല്ലാഹ്, അതാകുന്നു അല്ലാഹുവിൻ്റെ സന്മാർഗം, യഹ്ദി ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ ഉദ്ദേശിക്കുന്ന തൻ്റെ അടിമകൾക്ക് അവൻ സന്മാർഗം നൽകുന്നു. വലൗ അശ്റകൂ, അവരെങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണ് എങ്കിൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരുടെ പ്രവർത്തനങ്ങൾ, അതുവരെ പ്രവർത്തിച്ചുണ്ടാക്കിയ അമലുകളെല്ലാം ബാത്തിലായി പോകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസം ക്ലിയർ ആയതിനു ശേഷം ആര് അവിശ്വാസത്തിലേക്ക് മടങ്ങുന്നുവോ അവൻ അതുവരെ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ബാത്തിലാക്കി കളയുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതേപോലെ തന്നെ മുൻ പ്രവാചകന്മാർക്കുമെല്ലാം തന്നെ ശിർക്ക് ചെയ്യുന്ന അവരെല്ലാം, നിങ്ങളെല്ലാം ശിർക്ക് ചെയ്യുന്ന പക്ഷം അതേപോലെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകുകയും നിങ്ങൾ നഷ്ടക്കാരിലാവുകയും ചെയ്യുമെന്ന് അമ്പിയാക്കന്മാർക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല
താക്കീത് നൽകി. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 65-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക, പ്രവാചകരെ തീർച്ചയായും താങ്കൾക്ക് നാം വഹി നൽകിയിരിക്കുന്നു. അല്ലദീന മിൻ ഖബ്ലിക വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണ് എങ്കിൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമലുകളെല്ലാം ബാത്തിലായി പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടം സംഭവിച്ചവരുടെ കൂട്ടത്തിലായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരാ പ്രിയമുള്ളവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല 40 വയസ്സുവരെ ശിർക്കെന്ന മഹാപാതകം ജീവിതത്തിൽ വരുത്താതെ, കള്ളു കുടിക്കാതെ, വ്യഭിചരിക്കാതെ, മക്കയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഓരോ തിന്മകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിവർത്തിച്ചെടുത്ത് ഒരു തിന്മകളിലേക്കും കൊണ്ടുപോകാതെ നന്മയുടെ പാന്താവിലൂടെ സഞ്ചരിച്ച പ്രവാചകൻ, ആ പ്രവാചകന് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കൊടുത്തതിന് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ അമലുകളെല്ലാം ബാത്തിലായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ നമസ്കാരങ്ങളും സദഖകളും സകാത്തുകളും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ നന്മകളും സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് വിശ്വാസം ക്ലിയർ ആയിരിക്കണം, തൗഹീദുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത് നരകത്തിൽ പോകേണ്ടി വരുന്നവരെ ശുപാർശയിലൂടെ രക്ഷപ്പെടുത്തുന്നതും തൗഹീദാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ പല നിലക്കും ശുപാർശകൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പണത്തിന്റെ പേരിൽ സ്വാധീനങ്ങൾ ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ളപ്പോൾ ആ നിലക്ക് ശുപാർശകൾ സ്വീകരിക്കുന്നു. ഇങ്ങനെ പല നിലക്കും ശുപാർശകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ സമൂഹത്തിൽ അത്രമാത്രം ശുപാർശകൾക്ക് സ്വാധീനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നാളെ പാരത്രിക ലോകത്ത് സ്വാധീനം ചെലുത്തുവാനോ മുൻകൂട്ടി സമ്മതം കിട്ടാതെ ശുപാർശ ചെയ്യാനോ അവിടെ ആർക്കും ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. അവിടെ വിധികർത്താവായിട്ടുള്ളത് മനുഷ്യരുടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളുടെ ഭൂതവർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ച് സംബന്ധിച്ച് കൃത്യമായും സൂക്ഷ്മമായും പരിപൂർണമായും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വറളിയ ലഹു ഖൗല. വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 109-ാമത്തെ വചനം. യൗമഇദിൻ, അന്നേ ദിവസം, ലാ തൻഫഉ ശഫാഅ, അവിടെ ശഫാഅത്ത് ഉപകാരപ്പെടുകയില്ല, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല, അല്ലെങ്കിൽ പറയാൻ അവകാശമില്ല. ആർക്ക്? ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, പരമകാരുണ്യവാൻ അനുവാദം നൽകിയവനാരോ അവനല്ലാതെ. വറളിയ ലഹു ഖൗല, ആരുടെ വാക്കാണോ അല്ലാഹു തൃപ്തിപ്പെടുന്നത് അവനു മാത്രമായിരിക്കും അന്നവിടെ ശുപാർശക്ക് അർഹതയുണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ. അതായത് തൗഹീദുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ ശുപാർശ ചെയ്യാനും അതേപോലെ തന്നെ ശുപാർശർക്ക് അർഹരായി തീരുകയുള്ളൂ എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ തൗഹീദിന്റെ അഭാവത്തിൽ നരകമോചനം, ശുപാർശ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. തൗഹീദിന്റെ അഭാവത്തിൽ സ്വർഗം നഷ്ടപ്പെടുത്തും, അതേപോലെ തന്നെ തൗഹീദിന്റെ അഭാവത്തിൽ നരകം അത് സ്ഥിരഭവനമായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 72-ാമത്തെ വചനം. മൻ യുശ്രിക് ബില്ലാഹ്, ആരല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം ഹറാമാണ്, നിഷിദ്ധമാണ്. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം എന്ന് പറയുന്നത് നരകമാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അന്ന് അക്രമികൾക്ക് യാതൊരുവിധ സഹായവും ഉണ്ടാവുകയില്ലെന്നും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ, തൗഹീദുള്ള ആളുകളുണ്ടോ, അള്ളാഹുവിൽ ശിർക്ക് വെച്ച് പുലർത്താത്ത, അള്ളാഹുവിനെ മാത്രം ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലും റബ്ബിനെ മാത്രം അള്ളാഹ് എന്ന് വിളിക്കുന്നവരുണ്ടോ, അവിടെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുപാർശക്ക് അവസരം കൊടുക്കുന്നവരുടെ ശുപാർശ സ്വീകരിക്കാൻ അർഹരവർ മാത്രമായിരിക്കുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവർക്കാണ് സ്വർഗം. അതല്ലാതെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹു അല്ലാത്തവരേക്ക് തിരിയുന്നവർ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മുഴുവനും ജാറത്തിന്റെ മുമ്പിൽ പോയി സുജൂദിൽ കടന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും
സന്ദർഭങ്ങളും മരിച്ചുപോയ മഹാന്മാരുടെ മുന്നിൽ അക്കമിട്ടൊന്നും മറക്കാതെ വിടാതെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഇത്തരം ബഹുദൈവാരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആളുകൾ, അവർ നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു, വമഅവാഹുന്നാർ, അത്തരം ആളുകളുടെ സങ്കേതം എന്ന് പറയുന്നത് അത് നരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളെ പാരത്രിക ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് നടത്തുന്നത്, അതേപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ശഫാഅത്തിന് അനുവാദം നൽകുന്ന ചില ആളുകളുണ്ട്. അവരുടെ ചില ക്വാളിറ്റികളുണ്ട്. ആ ക്വാളിറ്റികളുള്ള ആളുകൾക്ക് ശഫാഅത്ത് നടത്താൻ കഴിയുമെന്നുള്ളതാണ്. ആർക്ക് ശഫാഅത്ത് നടത്താൻ കഴിയും? തൗഹീദ് ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിച്ചവരാരൊക്കെയുണ്ടോ അവർക്ക് വേണ്ടി നാളെ ശഫാഅത്ത് നടത്തപ്പെടുമെന്നുള്ളതാണ്. മൂന്നാമത്തേത് കഅബ നിർമ്മാണമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അള്ളാഹു നടത്തിയ വലിയ കരാറാണ് പ്രിയമുള്ളവരെ. വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത് അൻ ലാ തുശ്രികൂ ബി ശൈഅ വതുഹിർ ബൈതിയ ലിത്വാഇഫീന വൽഖായിമീന വറുക്അഇസ് സുജൂദ്. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തു ഹജ്ജിലെ 26-ാമത്തെ വചനം. വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാം ആ ഭവനത്തിന്റെ, അതായത് കഅബയുടെ സ്ഥാനം സൗകര്യപ്പെടുത്തിയ കൊടുത്ത ആ ഒരു സന്ദർഭം. എന്നിട്ട് പറഞ്ഞു, അല്ലാ തുശ്രികൂ ബി ശൈഅ, നീ എന്നിൽ ഒരു കാരണവശാലും പങ്കു ചേർക്കരുത്, അല്ലാഹുവിൽ യാതൊരു നിലക്കും നീ പങ്കു ചേർക്കരുത്. വതുഹിർ ബൈതിയ, എൻ്റെ ഭവനത്തെ, അതായത് വിശുദ്ധ കഅബയെ നീ തുഹിർ, നീ പരിശുദ്ധപ്പെടുത്തണം, ശുദ്ധിയാക്കണം. ആർക്ക് വേണ്ടി? ലിത്വാഇഫീന, തവാഫ് ചെയ്യുന്ന ആളുകൾക്ക്, വൽഖായിമീന, അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്നവർക്ക്, വറുക്അഇസ് സുജൂദ്, സുജൂദിലും റുകൂഇലുമായി നമസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ എന്ത് ചെയ്യണം? കഅബയെ ശുദ്ധീകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് നൽകുന്ന കരാറായി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതായത് കഅബയെ പ്രദർശനം ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ നിന്നുകൊണ്ടും റുകൂഉം സുജൂദും ചെയ്തുകൊണ്ടും ആരാധന നമസ്കാരങ്ങൾ നടത്തുന്ന അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ആവശ്യാർത്ഥം ബഹുദൈവ ബിംബങ്ങളിൽ നിന്നും അത്തരം ചീത്ത കാര്യങ്ങളിൽ നിന്നും കഅബയെ നീ ശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധമാക്കിക്കൊണ്ട് തൗഹീദിന് വിരുദ്ധമാകുന്ന യാതൊരു നിലക്കുമുള്ള പ്രവർത്തനങ്ങളില്ലാത്ത വിധം ആ കഅബയെ നീ ശുദ്ധീകരിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം കഅബ നിർമ്മിക്കപ്പെട്ടത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ബിംബങ്ങൾ കയറിക്കൂടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ട് തൗഹീദിന് വിരുദ്ധമാകുന്ന ഒന്നുമില്ലാത്ത വിധം ആ കഅബയെ ശുദ്ധീകരിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കരാറാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിടെ ഒരു നിലക്കും ശിർക്കോ അത്തരം പ്രവർത്തനങ്ങളോ നടമാടിക്കൂടാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമത്തേത്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവർ വിശുദ്ധ ഹറമിൽ പ്രവേശിക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ تقربوا المسجد الحرام بعد عامهم هذا وإن خفتم عيلة فسوف يغنيكم الله من فضله إن يشاء ഇന്നല്ലാഹ അലീമുൻ ഹകീം. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 28-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇന്നമൽ മുശ്രികൂന നജസുൻ, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു, അവർ നജസാകുന്നു എന്ന്. ഫലാ തഖറബു അൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ, അതിനാൽ അവർ ഈ കൊല്ലത്തിന് ശേഷം അവർ മസ്ജിദുൽ ഹറാമിലേക്ക് സമീപിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വ ഇൻ ഖിഫ്തും ഐലതൻ ഫസൗഫ യുഗ്നീകുമുല്ലാഹു മിൻ ഫളലിഹി ഇൻ യശാ, അവരുടെ അഭാവം നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, അത് ദാരിദ്ര്യത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതിനർത്ഥം മുശ്രിക്കുകൾ അശുദ്ധർ തന്നെയാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ
അവിശ്വാസികളുടെ ദേഹം നജസാണ് എന്നോ അവരെ തൊട്ടാൽ ശുദ്ധിയാക്കണമെന്നോ എന്നല്ല അതിനുദ്ദേശം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് അവരുടെ വിശ്വാസവും വിചാരവികാരങ്ങളും മ്ലേച്ഛതകൾ കൊണ്ട് പവിത്രവും പരിശുദ്ധവുമായ ആ പുണ്യസ്ഥലത്ത് അവർക്ക് പ്രവേശനം അനുവദിക്കാൻ നിവൃത്തിയില്ലാത്തതാകുന്നു എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. നോക്കൂ നിങ്ങൾ, ഈമാനിൻ്റെയും തൗഹീദിൻ്റെയും, അതായത് സത്യവിശ്വാസത്തിൻ്റെയും ഏകദൈവ വിശ്വാസത്തിൻ്റെയും ചിഹ്നങ്ങളും കേന്ദ്രങ്ങളുമാണ് മസാജിദുകൾ എന്ന് പറയുന്നത്, പള്ളികൾ എന്ന് പറയുന്നത്. ആ മസ്ജിദുൽ ഹറാമാകട്ടെ ആ കേന്ദ്രങ്ങളുടെ കേന്ദ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതിന് ഘടകവിരുദ്ധമായ വിശ്വാസാചാരങ്ങൾ സ്വീകരിക്കുകയും അതിനെതിരിൽ വർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അവിടങ്ങളിൽ പ്രവേശിക്കുന്നതിനും സ്വൈരവിഹാരം നടത്തുന്നതിനും അനുവദിക്കുന്നത് നീതിയുക്തമല്ല. അതെങ്ങാനും അനുവദിക്കുകയാണ് എങ്കിൽ ക്രമേണ ആ കഅബയുടെ പവിത്രതക്കും അവയുടെ ദൗത്യ ലക്ഷ്യത്തിനും ആപത്തായി അത് പരിണമിക്കുകയും ചെയ്യുമെന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരം വിശ്വാസം ക്ലിയർ അല്ലാത്ത, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, ജീവിതത്തിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ കാതുകൊണ്ട്, കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, അതേപോലെ തന്നെ ശരീരത്തിൽ അവയവം കൊണ്ട്, ഹൃദയം കൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്ന ആളുകൾ അവർ കഅബയെ മലിനപ്പെടുത്തുന്ന രീതിയിലേക്ക് അവരതിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരവിടെ നിന്ന് തടയണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. കാരണം അവരെങ്ങാനും പ്രവേശിക്കുകയാണ് എങ്കിൽ എന്തൊന്നിനു വേണ്ടിയാണോ കഅബ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അത് ക്രമേണ അതിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുണ്ടാകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഅബയും അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഓരോ ചിഹ്നങ്ങളും അത് നമ്മളോട് പറയുന്നത് തൗഹീദാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ചാമത്തേത്, ഖുർആനിന്റെ 1/3 ഭാഗവും ചർച്ച ചെയ്യുന്നതും തൗഹീദാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഫാത്തിഹ മുതൽ 114-ാമത്തെ സൂറത്തു നാസ് വരെ നമ്മൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അതിൽ 1/3 ഭാഗവും തൗഹീദിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ 1/3 സൂറത്തു ഇഖ്ലാസ്. ആ ഇഖ്ലാസിൽ അഖിലവും പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും തനതായ ആശയത്തെയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആറാമത്തേത്, ഹിജ്റക്കും ബദറിനും ഉഹദിനും മറ്റു പീഡനങ്ങൾക്കും കാരണമായതും തൗഹീദാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനിച്ച നാടിൽ നിന്ന് ആളുകളുടെ അക്രമങ്ങൾ സഹിക്കവയ്യാതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പലായനം ചെയ്തത് എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, അവിടുത്തെ ഭരണം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ആ തനതായ ആശയം മുറുകെ പിടിച്ചു ജീവിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം 313, 314, 319 വരുന്ന സഹാബാക്കളെയും കൂട്ടിയിട്ട് ബദറിന്റെ രണാങ്കണത്തിലേക്ക് അവിടുന്ന് പോയിട്ടുള്ള ചരിത്രം പ്രിയമുള്ളവരെ നമ്മോട് പഠിപ്പിച്ചു തരുന്നത് അവിടെ യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ട് അവരെ അടക്കി ഭരിച്ചുകൊണ്ട് വലിയ ഒരു നേട്ടം മനക്കോട്ട കിട്ടിയിട്ട് അത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നില്ല. നേരെ മറിച്ച് തൻ്റെ ആശയത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ, മരിക്കുവോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയായിരുന്നു 313 വരുന്ന സഹാബാക്കളെയും കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ റമദാനിന്റെ 17-ാമത്തെ രാവിന്റെ അന്ന് പടപൊരുതിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുന്നും സഹിക്കവയ്യാതെ തൻ്റെ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ മദീനയിലേക്ക് വന്ന് തന്നെ ആളുകൾ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഉഹദിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിലേക്ക് തറച്ചു കയറിയിട്ടുണ്ട്. അവിടുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രമാത്രം പീഡനങ്ങൾ ഉഹദിന്റെ രണാങ്കണത്തിൽ അനുഭവിച്ചത്, അതേപോലെ തന്നെ തൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിലേക്ക് നിന്നുകൊണ്ട് വിരിമാറ് കാണിച്ചുകൊണ്ട് അമ്പുകൾ ഏറ്റുവാങ്ങിയത് പ്രിയമുള്ളവരെ പേരും പ്രശസ്തിക്കും വേണ്ടിയായിരുന്നില്ല. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തനതായ ആശയത്തെ, തൗഹീദിനെ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള തൗഹീദിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസ്ലാമിന്റെ ഓരോ പീഡന കഥകളും പരിശോധിക്കും
പരിശോധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, കേവല ലാഭങ്ങൾക്ക് വേണ്ടിയല്ല, തൗഹീദിന് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളതാണ്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹുവിന് സർവ്വതും കീഴ്പ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ് പ്രിയമുള്ളവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ ഇന്നും പീഡനങ്ങൾ അനുഭവിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രത്തിൻ്റെയോ മറ്റു പേരുകളല്ല. അതൊക്കെ ചില പുകമറകൾ മാത്രമായി വെച്ചുകൊണ്ട് മുസ്ലിം നാമധാരി എന്നുള്ള നിലയ്ക്ക് വിടാതെ പിടികൂടുന്ന സാഹചര്യങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതൊക്കെ തൗഹീദ് മുറുകെ പിടിച്ച് ജീവിച്ചതിൻ്റെ പേരിലാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഏഴാമത്തത്, എല്ലാ പ്രവാചകന്മാരുടെയും പ്രഥമ പ്രബോധനം എന്ന് പറയുന്നത് തൗഹീദാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തു അംബിയായിലെ 25-ാമത്തെ വചനം, വമാ അർസൽനാ മിൻ ഖബ്ലിക്, പ്രവാചകരെ നിനക്കും മുമ്പ് നാം ഒരു പ്രവാചകരെയും അയച്ചിട്ടില്ല, മിർ റസൂലിൻ, ഒരു ദൂതനെയും, ഇല്ലാ നൂഹി ഇലൈഹി, അവന് വഹീ നൽകിയിട്ടല്ലാതെ, ഇല്ലാ ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന്. അതുകൊണ്ട് ഫഅബ്ദൂനി, എന്നെ നിങ്ങൾ ആരാധിക്കണമെന്ന് കൃത്യമായ വഹീ നൽകിയിട്ടല്ലാതെ ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഒരു പ്രവാചകന്മാരെയും നാം അയച്ചിട്ടില്ല. അതുകൊണ്ട് പ്രവാചകന്മാരഖിലവും സമൂഹത്തോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അവനിലേക്ക് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ എന്നും അർത്ഥനകൾ നടത്താവൂ എന്നും അവനിലേക്ക് മാത്രമേ നിങ്ങൾ ആരാധനകളും എന്തു തന്നെ ഇബാദത്തിന്റെ ഏതേതു മേഖലകളുണ്ടോ അള്ളാഹുവിലേക്ക് മാത്രമേ നിങ്ങൾ നടത്താവൂ എന്നും ആ മർമ്മപ്രധാനമായ ആശയം പഠിപ്പിക്കാനാണ് മുഴുവൻ പ്രവാചകന്മാരും വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എട്ടാമത്തത്, ഈ ലോകത്ത് സന്മാർഗവും അതേപോലെ തന്നെ പരലോകത്ത് നിർഭയത്വവും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് തൗഹീദുള്ളവർക്കാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്തു അൻആമിലെ 82-ാമത്തെ വചനം നോക്കൂ നിങ്ങൾ. അല്ലദീന ആമനു, വിശ്വസിക്കുകയും, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അതേപോലെ തന്നെ തൻ്റെ വിശ്വാസം ദുൽമുമായി അക്രമമായി കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വം, വഹും മുഹ്തദൂൻ, അവരാണ് നേർമാർഗം സിദ്ധിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് വിശ്വാസമുണ്ടായിരിക്കണം. ആ വിശ്വാസം ഒരിക്കലും ദുൽമുമായി കൂടിച്ചേരരുത്. കാരണം ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാകുന്നു ഏറ്റവും വലിയ അക്രമമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ആ ശിർക്കുമായി നമ്മുടെ വിശ്വാസം കൂടിക്കലരാൻ പാടില്ല. അങ്ങനെ കൂടിക്കലരാത്തോടത്തോളം കാലം നിങ്ങളാണ് നേർമാർഗം ഈ ലോകത്ത് സിദ്ധിച്ചവരെന്ന് വിശുദ്ധ ഖുർആൻ. നാളെ പാരത്രിക ലോകത്ത് പ്രിയമുള്ളവരെ, നിർഭയത്വമുള്ളവര് അത് നിങ്ങളായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് വിശ്വാസം ക്ലിയറാണോ, ഇവിടെ സന്മാർഗത്തിലാണ് എന്ന് പ്രമാണം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഇവിടുത്തെ പീഡനങ്ങൾ വിശ്വസിച്ചതിൻ്റെ പേരിൽ, വിശ്വാസികളായതിൻ്റെ പേരിൽ, മുസ്ലിമീങ്ങളായതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ മുസ്ലിമീങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഏറ്റുകൊണ്ടേയിരിക്കുന്നുമുണ്ട് ഇപ്പോഴും. പക്ഷേ പ്രിയമുള്ളവരെ, ഇവിടുത്തെ പ്രയാസങ്ങളല്ല നാളെ പാരത്രിക ലോകത്ത്, അത് സഹിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ഇവിടുത്തെ വിശപ്പ് സഹിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് നാളത്തെ പാരത്രിക ലോകത്തെ നരകത്തിലെ ഒരു നിമിഷം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാ, അത് ഒരു നിലക്കും ശിർക്കുമായി കൂട്ടിക്കെട്ടാതെ ജീവിക്കാൻ കഴിയണമെന്നാണ് പ്രമാണം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അവിടെ ജീവിതത്തിൻ്റെ ഏതേതു മേഖലകളിലും തൻ്റെ പ്രാർത്ഥനകളും തൻ്റെ അർത്ഥനകളും തൻ്റെ വഴിപാടുകളും തൻ്റെ നേർച്ചകളും എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കാൻ തയ്യാറാകുമ്പോഴാണ് പ്രിയമുള്ളവരെ പരലോകത്ത് മോക്ഷം ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നേർച്ച വഴിപാടുകൾ അത് മറ്റുള്ള മക്കാമുകളിലും മക്ബറകളിലും പോയി അർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെന്താണ് ചെയ്യുന്നത്? തൻ്റെ വിശ്വാസം അത് ദുൽമുമായി കൂട്ടിക്കലർത്തുകയാണ് ചെയ്യുന്നത്. അത്തരം ആളുകൾക്ക് നാളെ പാരത്രിക ലോകത്ത് സമാധാനം ലഭിക്കുകയില്ല, സ്വസ്ഥത ലഭിക്കുകയില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമൂഹത്തിൽ ആളുകൾ എന്തു ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മൾ ഇസ്ലാമിക വിശ്വാസമായി എടുക്കേണ്ടത്. നമ്മുടെ കാരണവന്മാരെങ്ങനെയാണ് ഇസ്ലാം അനുഷ്ഠിച്ചു പോകുന്നത് എന്നുള്ളതല്ല നമ്മൾ ദീനിന് മുറുകെ പിടിക്കാൻ അവലംബമാക്കി എടുക്കേണ്ടത്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ എന്താണോ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി
പരിചയപ്പെടുത്തുന്നത് ഏതു രൂപത്തിലാണോ, അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് ഏതു രൂപത്തിലാണോ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്, അതേ രൂപത്തിൽ റബ്ബിനെ ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് സ്വർഗം നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നേരെ മറിച്ച് എൻ്റെ ഉപ്പയും എൻ്റെ വല്യാപ്പയും എൻ്റെ കാക്കകാരണവന്മാരും അവരെല്ലാ വർഷവും ഇക്കാണുന്ന ജാറത്തിൽ പോയി നേർച്ച ചെയ്തിട്ടാണ് അവർ ഇസ്ലാമിക വിശ്വാസം ഇതായിരുന്നു, അതുകൊണ്ട് ഞാനും അങ്ങനെ എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് അനുധാവനം ചെയ്തുകൊണ്ട് പോകുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ കാത്തിരിക്കുന്നത് നരകമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. നേരെ മറിച്ച് നമ്മുടെ നേർച്ചകൾ അഖിലവും അള്ളാഹുവിനാണ് സമർപ്പിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു ജാറം മൂടലോ, അങ്ങനെ ഒരു നേർച്ച കഴിക്കലോ, അങ്ങനെ ഒരു ആഘോഷം നടത്തലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയതായി നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് 23 കൊല്ലക്കാലം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് പഠിക്കാനുണ്ടോ അതെല്ലാം ദീനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മുറുകെ പിടിച്ചു ജീവിക്കുമ്പോൾ മാത്രമാണ് നാളെ മോക്ഷം ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ തൗഹീദ് അത് മനുഷ്യ പ്രകൃതിയിലുള്ളതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് ബോധ്യം മനുഷ്യനിൽ പ്രകൃതിയെ തന്നെ അള്ളാഹു നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ആ ശുദ്ധ പ്രകൃതിയോടുകൂടിയിട്ടാണ് ഓരോരുത്തരും ജനിച്ച് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യഖൂലുല്ലാഹ് ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹു പറയുകയാണ്, എൻ്റെ അടിയാന്മാരെ ഞാൻ ഹൃജുമനസ്കനായിട്ട് കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അതേപോലെ തന്നെ അവൻ്റെ ഗുണങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാത്രം ജീവിക്കണമെന്നുള്ളതും അത് ഓരോ മനുഷ്യനെയും പഠിപ്പിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ വീഴ്ച വരുത്തരുത് എന്നും അള്ളാഹുവിനോട് അത് കരാർ ലംഘനമാണ്, അത് വീഴ്ച വരുത്തുന്നതിലൂടെ നടത്തുന്നത് എന്നും അത് പ്രകൃതി വിരുദ്ധമാണ് എന്നുള്ളതും നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു അഅറാഫിലെ 172, 173 വചനങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ഷഹിദ്നാ അൻ തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളെയും അതേപോലെ തന്നെ അവരുടെ മക്കളെയും സൃഷ്ടിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് തന്നെ ചോദിക്കുന്നുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് കൃത്യമായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവര് പറയുന്നുണ്ട്, ഖാലൂ ബലാ, അതെ റബ്ബേ നീയാണ് ഞങ്ങളെ രക്ഷിതാവ് എന്ന്, ഷഹിദ്ന ഞങ്ങൾ തന്നെ അതിന് സാക്ഷികളാണ് എന്ന് ഓരോ മനുഷ്യനും അള്ളാഹുവിനോട് സമ്മതിച്ചിട്ടാണ് ഈ ഭൂമിലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാമെല്ലാം ശിർക്കിനെതിരെ തൗഹീദിന്റെ കരാർ ചെയ്തിട്ടാണ് ഈ ലോകത്തേക്ക് നമ്മൾ വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഈ കരാറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവാചകന്മാർ അതത് സമൂഹത്തിലേക്ക് വേദഗ്രന്ഥങ്ങളുമായി കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ശിർക്ക് ജീവിതത്തിൽ വരാതെ നമ്മൾ അല്ലാഹുവിന് കൊടുത്ത ആ കരാറ് അത് മരണം വരെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. തൗഹീദ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഏകനാക്കലാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് വഹുവൽ വാഹിദുൽ ഖഹ്ഹാർ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇഖ്ലാസിലെ 1-ാമത്തെ വചനവും 13-ാം അധ്യായം സൂറത്തു റഅദിലെ 16-ാമത്തെ വചനത്തിലും നമുക്ക് കാണാൻ കഴിയും. ഖുൽ നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ് എന്നുള്ളതാണ്. അല്ലാഹു ഏകനാണ്. വഹുവൽ വാഹിദ്, അവനാകുന്നു. അഹദ്, അവനാകുന്നു ഏകനെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ വാഹിദെന്നും അഹദെന്ന് പറഞ്ഞാൽ ഏകനാണ് എന്നാണ്. വഹദ എന്ന് പറഞ്ഞാൽ ഏകനാക്കി എന്നുള്ളതാണ്. അതിൻ്റെ ക്രിയാധാതുവിൽ നിന്നാണ് തൗഹീദ് എന്ന് പറഞ്ഞ പദം വരുന്നത്, ഏകനാക്കൽ എന്നുള്ളത്. എങ്കിൽ പ്രിയമുള്ളവരെ, മാ ഹുവ തൗഹീദ്, എന്താണ് തൗഹീദ്? അല്ലാഹുവിനെ ഏകനാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അവിടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത്തൗഹീദു ഇഫ്റാദുല്ലാഹി തആല ഫീ റുബൂബിയ്യതിഹി വ ഉലൂഹിയ്യതിഹി വ അസ്മാഇഹി വ സിഫാതിഹി വലാ യുശ്രികു ബിഹി ശൈഅ. അത്തൗഹീദ്, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി തആല ഫീ റുബൂബിയ്യതിഹി വ ഉലൂഹിയ്യതിഹി വ അസ്മാഇഹി വ സിഫാതിഹി,
അതായത് അള്ളാഹു അവൻ്റെ സൃഷ്ടിക്കുന്നവനും അതേപോലെ തന്നെ സംരക്ഷിക്കുന്നവനും ആരാധനക്കർഹനും അവനു മാത്രമാണ് എന്നും അതേപോലെ തന്നെ അവൻ്റെ നാമവിശേഷണങ്ങൾ അതവനു മാത്രമാണ് എന്നും അംഗീകരിക്കലാണ് തൗഹീദ്. തീർന്നില്ല, സൃഷ്ടികളിൽ ആരെയും ഒന്നിനെയും അതിനോട് പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തൗഹീദ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതായത് സൃഷ്ടിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്, അവനിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. റബ്ബ് സൃഷ്ടിക്കുന്നത് പോലെ ഒരാൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവന് നരകമാണ്. സംരക്ഷിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. എന്നെ സംരക്ഷിക്കുന്നത് ഈ ജാറത്തിലുള്ള ആളുകൾക്ക് ഞാൻ രാവിലെ പൈസ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അന്നത്തെ യാത്ര അവരാണ് സംരക്ഷിക്കുന്നത്, അവരുടെ പ്രൊട്ടക്ഷനിലാണ് എന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്നുള്ളതാണ്. സംരക്ഷിക്കുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആരാധനക്കർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. കാരണം നിങ്ങളുടെ സൃഷ്ടിപ്പിൽ ഒരു ഔലിയക്കും പങ്കില്ല. നിങ്ങളുടെ ഈ ലോകത്ത് നിങ്ങളെ വളർത്തി വലുതാക്കുന്നതിൽ ഒരു മഖ്ലൂക്കിനും ഇവിടെ പങ്കില്ല. നമ്മുടെ കയ്യിലുള്ള നഖം വളരുന്നതിൽ പോലും ഇവിടെ ഒരു സൃഷ്ടിക്കും പങ്കില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. തലയിൽ വളരുന്ന മുടി പോലും ഒരാളും പോലും അതിൽ നമ്മൾ ആ ഒരു വളർത്തലിൽ പങ്കുവഹിക്കുന്നില്ല. നേരെ മറിച്ച് ഇതെല്ലാം കൃത്യമായി നിർവഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നിനക്ക് രോഗം തരുന്നത് റബ്ബാണ്, നിന്റെ രോഗം മാറ്റുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. നിന്റെ ജീവിതത്തിൽ പരീക്ഷണം നൽകുന്നത് റബ്ബാണ്, നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം നൽകുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ആരാധനകൾ അഖിലവും സമർപ്പിക്കേണ്ടത് ആ അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. അതല്ലാത്ത ആളുകളോട് നീ നിന്റെ ആരാധനകളും അർത്ഥനകളും സമർപ്പിക്കുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ കാത്തിരിക്കുന്നത് നരകമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അതിലേക്ക് സൂചന നൽകുകയാണ് വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 65-ാമത്തെ വചനം. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശഭൂമികളുടെയും അതിലിടയുള്ളതിൻ്റെയും എല്ലാത്തിൻ്റെയും റബ്ബ്. ഫഅബ്ദുഹു, അവനെ നിങ്ങൾ ആരാധിക്കണം. വസ്തബിർ ലിഇബാദതിഹി, അവനെ ആരാധിക്കുന്നതിൽ നീ ക്ഷമ കൈക്കൊള്ളണം. ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്ത ആരെങ്കിലും നിനക്കറിയുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ പ്രപഞ്ചവും അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവ്വതിനെയും സൃഷ്ടിച്ചത് അല്ലാഹു മാത്രമാണ് എന്ന് നീ വിശ്വസിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നതും. ഒന്നിനും അതേപോലെ തന്നെ ഓരോന്നിനും ആവശ്യമായത് ആവശ്യമുള്ള സമയത്ത് നൽകി സംരക്ഷിക്കുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതിലൊരാൾക്കും റോളില്ല, അതിലൊരാൾക്കും പങ്കില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ റബ്ബുണ്ടല്ലോ, എല്ലാം കൃത്യമായി ആവശ്യമുള്ള സംഗതികൾ ആവശ്യമായ ആളുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൊടുത്തുകൊണ്ട് ജീവനുള്ളവനെയും ജീവനില്ലാത്തതിനെയും സർവ്വതിനെയും സൃഷ്ടിച്ച ആ റബ്ബ്, അവൻ മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ളത്. അവനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്. അതിലൊരാളോടും ആ ആരാധനയിൽ പങ്കുചേർക്കാൻ പാടില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അവന്റെ നാമവിശേഷണങ്ങളുണ്ട്, അത് അവന് മാത്രമായിരിക്കണം. അവൻ ഒരു സൃഷ്ടിയോടും തുലനം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നു. അവനെ പോലെ ഒന്നും തന്നെയില്ല. അള്ളാഹുവിനെ പോലെ സഹായിക്കും സിയമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ. അത് വിശ്വാസം എന്നുള്ളത് ശിർക്കാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹ് കേൾക്കുന്നത് പോലെ സിയം കേൾക്കും, അള്ളാഹ് അറിയുന്നത് പോലെ സിയം അറിയും, അള്ളാഹ് അറിയുന്നത് പോലെ മടവൂർ അറിയും കേൾക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ആരാണ് മടവൂർ എന്ന് ചോദിക്കുമ്പോൾ റബ്ബാണ് എന്ന് പാടുന്ന, അത് പറയുന്ന, അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വിഭാഗമുണ്ട്. വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 65-ാമത്തെ ആയത്തിന് തികച്ചും വിരുദ്ധമായ വിശ്വാസമാണ് അത്തരം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാവൂ. അല്ലാഹ് കേൾക്കുന്നത് പോലെ ഇവിടെ ഒരാൾക്കും കേൾക്കാൻ സാധ്യമല്ല. അല്ലാഹ് അറിയുന്നത് പോലെ ഒരാൾക്കും അറിയാൻ സാധ്യമല്ല. കുപ്പയിലുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ ഹൃദയത്തിലുള്ളത് അറിയുമെന്ന് പാടുന്ന, അത് വിശ്വാസമായി പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ അറിയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ഒരു മൺമറഞ്ഞു പോയ ഒരാൾക്കും അത് ചെയ്യുക സാധ്യമല്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജനനത്തിലും മരണത്തിലും ഒരു പങ്കുമില്ല
കഴിയാതെ അത് നടത്താൻ കഴിയാത്ത ഒരാളുകളിലേക്ക് എന്തിന് നമ്മുടെ അർത്ഥനകളും പ്രാർത്ഥനകളും തിരിക്കുന്നു? നേരെ മറിച്ച് നമുക്ക് നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ കൃത്യമായ അവധി എത്തുമ്പോൾ മരിപ്പിക്കുന്ന ആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം നമ്മുടെ ആരാധനകൾ. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ഹൃദയത്തിലുള്ളത് കൃത്യമായി അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നമ്മളെ പ്രാർത്ഥനകളും സങ്കടങ്ങളും ആരാധനകളും അഖിലവും അള്ളാഹുവിനോട് മാത്രം അർപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് എല്ലാ നിലക്കും റബ്ബിനെ മാത്രം ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദീന മിനൻ നാർ. റബ്ബിർഹംഹുമാ കമാ റബ്ബഗുനാ സിഗാറ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين والله تعالى أعلم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.